Hi, hello guys, welcome back to Anas Talks. ഞാൻ അനസ് യൂസഫ്. കഴിഞ്ഞ രണ്ട് വീഡിയോക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. അപ്പോൾ നമ്മൾ ഇന്ന് മൂന്നാമത്തെ കണ്ടന്റ് നമ്മുടെ ചാനലിലെ മൂന്നാമത്തെ കണ്ടന്റ് ആയിട്ട് വരികയാണ്. The content is all about professional player contract. ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ പ്ലെയറിന്റെ കോൺട്രാക്റ്റിലെ ഒരുപാട് ടേംസ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. അതൊക്കെ എന്താണെന്നും ഇത് ആർക്കാണ്, ക്ലബിനാണോ അതുപോലെ തന്നെ പ്ലെയറിനാണോ ബെനിഫിഷ്യറി എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് ടേംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് വാല്യൂ, കോൺട്രാക്ട് വാല്യൂ, റിലീസ് ക്ലോസ്, ബൈ ഔട്ട് ക്ലോസ്, പ്രീ കോൺട്രാക്ട്, ലോൺ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ബ്രീഫ് ഐഡിയ നമുക്ക് അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് പോവാം. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മാർക്കറ്റ് വാല്യൂ. മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്ന ടേം ഒരിക്കലും ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ പ്ലെയറിന്റെ കോൺട്രാക്ട് വാല്യൂവുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേം അല്ല. ട്രാൻസ്ഫർ മാർക്കറ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റ് അവരുടേതായ ഫാക്ടേഴ്സ് ലൈക്ക് ദ ഏജ് ഓഫ് ദ പ്ലെയർ, ദ പൊസിഷൻ ഓഫ് ദ പ്ലെയർ, പെർഫോമൻസ് ഓഫ് ലാസ്റ്റ് സീസൺ, എത്ര ഫാൻ ഫോളോയിങ് ആ പ്ലെയറിനുണ്ട്, അങ്ങനത്തെ കുറച്ച് ടേംസ് വെച്ചിട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു വാല്യൂ ആണ് മാർക്കറ്റ് വാല്യൂ. ഈ മാർക്കറ്റ് വാല്യൂവിനല്ല ഒരു പ്ലെയറിനെ ഒരു ക്ലബ്ബ് സൈൻ ചെയ്യാം. ഈ ക്ലബ്ബ് ഒരു പ്ലെയറിനെ സൈൻ ചെയ്യുന്ന ഫോർമാറ്റ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലെയറിന്റെ ഏജന്റ് ആൻഡ് ക്ലബ്ബ് ഇവർ മൂന്ന് പേരും ഡിസ്കസ് ചെയ്ത് അവർ തമ്മിലുള്ള എമൗണ്ട്സും കാര്യങ്ങളും അവരുടെ പല ടേംസും നെഗോഷിയേറ്റ് ചെയ്തിട്ടാണ് ഒരു പ്ലെയറിനെ സൈൻ ചെയ്യുക. ആ സൈൻ ചെയ്യുന്ന എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് കോൺട്രാക്ട് വാല്യൂ. അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും എത്ര വർഷത്തിന് വേണ്ടിയിട്ടാണ് ഈ എമൗണ്ട് എന്നും എത്രയാണ് എമൗണ്ട് എന്നും, അങ്ങനത്തെ ആ പ്ലെയറിന് ഈ റിലീസ് ക്ലോസ് ഉണ്ടോ, ബൈ ഔട്ട് ക്ലോസ് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതിന് പറയുന്ന പേരാണ് കോൺട്രാക്ട് വാല്യൂ. കോൺട്രാക്ട് വാല്യൂ, ഡ്യൂറേഷൻ, ബൈ ഔട്ട് ക്ലോസ്, റിലീസ് ക്ലോസ്, അങ്ങനെ എന്തൊക്കെ ഇവർ തമ്മിൽ നെഗോഷിയേറ്റ് ചെയ്ത് തീരുമാനത്തിലെത്തിയോ അതെല്ലാം ഈ ഡോക്യുമെന്റിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതിനാണ് നമ്മൾ കോൺട്രാക്ട് എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ കോൺട്രാക്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഓരോ ടേംസ് ആയിട്ട് പോവാം. സോ ഫസ്റ്റ് ടേം ഇസ് റിലീസ് ക്ലോസ് അഥവാ ട്രാൻസ്ഫർ ഫീ. ഒരു ക്ലബിന് തോന്നുകയാണ് ഈ പ്ലെയർ ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയർ ആണ്, ഈ പ്ലെയറിന് വൻ ഡിമാൻഡ് ഉണ്ട്, ഒരുപാട് ടീംസ് ഈ പ്ലെയറിനെ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ സോ ക്ലബ്ബ് ഈ പ്ലെയറിന് വേണ്ടിയിട്ട് ഒരു എമൗണ്ട്, റിലീസ് ക്ലോസ് എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് വെക്കും. ആ എമൗണ്ട് ഇഫ് അതർ ടീംസ് ആർ ഇൻട്രസ്റ്റഡ് ടു ടേക്ക് ദിസ് പ്ലെയർ, അതർ ടീം ഈ പറയുന്ന എമൗണ്ട് ഈ പറയുന്ന ക്ലബിന് കൊടുക്കണം. എന്നാൽ മാത്രമേ ഈ പ്ലെയറിനെ റിലീസ് ചെയ്യുള്ളൂ. അതിനാണ് റിലീസ് ക്ലോസ് ഓർ എൽസ് ട്രാൻസ്ഫർ ഫീ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു പ്ലെയർ ക്ലബ്ബുമായി 3 വർഷത്തെ കോൺട്രാക്ട് ഉണ്ട്. കംപ്ലീഷൻ ഓഫ് ഫസ്റ്റ് ഇയർ ഒരുപാട് ക്ലബ്സ് ഈ പ്ലെയറിന് വേണ്ടി രംഗത്ത് വരികയാണെങ്കിൽ ഈ പ്ലെയർ റിലീസ് ക്ലോസ് കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്ലെയറിന്റെ റിലീസ് ക്ലോസ് ഇപ്പോൾ സപ്പോസ് 10 lakh ആണെന്ന് വിചാരിക്കാം. വേറൊരു ക്ലബ്ബ് വന്ന് 10 lakh കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഈ പ്ലെയറും വില്ലിങ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ പ്ലെയറിനെ റിലീസ് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് റിലീസ് ക്ലോസ് എന്ന് പറയുന്നത്. റിലീസ് ക്ലോസ് സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയാണോ ആ എമൗണ്ടിന് സൈൻ ചെയ്തത് അത് മറ്റൊരു ടീം കൊടുക്കാൻ വില്ലിങ് ആയാൽ, ഇഫ് ദ പ്ലെയർ ഓൾസോ വില്ലിങ് ടു ഗോ, ഈ പ്രസന്റ് കോൺട്രാക്റ്റിലുള്ള ടീം ഈ പ്ലെയറിനെ റിലീസ് ചെയ്യേണ്ടി വരും. അതാണ് ദ ബെനിഫിഷ്യറി ഓഫ് റിലീസ് ക്ലോസ്. ഓക്കെ, ഐ വിൽ സേ വൺ മോർ ടൈം. റിലീസ് ക്ലോസ് എന്ന് പറയുന്നത് സപ്പോസ് 10 lakhനായിട്ട് ഒരു റിലീസ് ക്ലോസ് ഒരു ക്ലബ്ബുമായി ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ ആ 10 lakhs കൊടുക്കാൻ തയ്യാറായി മറ്റൊരു ടീം വന്നാൽ ഡ്യൂറിങ് ദ കോൺട്രാക്ട് പീരീഡ് മറ്റൊരു ടീം വന്നാൽ, ഇഫ് ദ പ്ലെയർ ഓൾസോ വില്ലിങ് ടു മൂവ് ഫ്രം ദിസ് ക്ലബ്, ഇവര് അത്ര എമൗണ്ട് കൊടുത്താൽ ആ പ്ലെയറിന് ഫ്രീ ആയി ഈ കോൺട്രാക്റ്റിൽ നിന്ന് റിലീസ് ആവും. അതാണ് റിലീസ് ക്ലോസ്. ഇനിയിപ്പോൾ റിലീസ് ക്ലോസ് ഉള്ള ഒരു പ്ലെയറിന്റെ കാര്യമാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. റിലീസ് ക്ലോസ് ഇല്ലെങ്കിൽ, കോൺട്രാക്റ്റിൽ റിലീസ് ക്ലോസ് ഇല്ല, 3 year കോൺട്രാക്ട് 1 year കഴിഞ്ഞു ഒരുപാട് ടീമുകൾ അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് സിറ്റുവേഷൻ എന്ന് നമുക്ക് നോക്കാം. ഏത് ടീമിലാണോ പ്ലെയറിന് കോൺട്രാക്ട് ഉള്ളത് ആ കോൺട്രാക്റ്റുള്ള ടീം അവർക്ക് ഈ പ്ലെയറിനെ കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അവരത് റിജക്ട് ചെയ്യും. താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള എമൗണ്ട് പറയാം. ഇപ്പോൾ റിലീസ് ക്ലോസ് ഇപ്പോൾ 10 lakh വെച്ചാൽ ആ പ്ലെയറിന് 10 lakh കൊടുത്ത ടീമിന് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇവർക്ക് വേണമെങ്കിൽ അത് 20 or 30 or 50 എത്രയാണോ ഇവരുടെ ഇഷ്ടത്തിന് പറയാം. അതാണ് റിലീസ് ക്ലോസ് വെച്ചില്ലെങ്കിൽ സംഭവിക്കാവുന്ന കാര്യം. സോ ആസ് എ പ്ലെയറിന്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ പ്ലെയേഴ്സ് എപ്പോഴും റിലീസ് ക്ലോസ് വെക്കാൻ ശ്രമിക്കണം. പ്ലെയേഴ്സാണ് ബെനിഫിഷ്യറി ആവുന്നത്. റിലീസ് ക്ലോസ് വെച്ചില്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് ലോങ് റണ്ണിൽ ഉണ്ടാവാൻ പോകുന്നത് ക്ലബ്സിനാണ്. സോ ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ് ദ ഡിഫറൻസ്. We are now moving to buyout clause.
കോൺട്രാക്റ്റിൽ ബൈ ഔട്ട് ക്ലോസ് ആക്റ്റീവ് ആണെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ബൈ ഔട്ട് ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയർ ഒരു ക്ലബിൽ കുറച്ച് കൂടുതൽ ഇയേഴ്സിന് കോൺട്രാക്ട് സൈൻ ചെയ്തു. സോ ആ ക്ലബിൽ ഈ പ്ലെയർ കുറച്ച് കഴിഞ്ഞ് കംഫർട്ടബിൾ അല്ല, പിന്നെ അതുപോലെ തന്നെ ഈ പ്ലെയറിന് ഒരുപാട് വേറെ ഓഫേഴ്സും ലഭിക്കുന്നുണ്ടെങ്കിൽ ബൈ ഔട്ട് ക്ലോസ് കോൺട്രാക്റ്റിൽ മെൻഷൻഡ് ആണെങ്കിൽ, ആക്റ്റീവ് ആണെങ്കിൽ, ഈ പ്ലെയറിന് ഒരു എമൗണ്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. എക്സിസ്റ്റിംഗ് ക്ലബ്ബ് ഒരു എമൗണ്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അത് പലപ്പോഴും ട്രാൻസ്ഫർ ഫീ, അതേപോലെ റിലീസ് ക്ലോസിനെ കാട്ടിയും വലിയ എമൗണ്ട് ആയിരിക്കും. റിലീസ് ക്ലോസിനെ കാട്ടിയും വലിയൊരു എമൗണ്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ എമൗണ്ട് പ്ലെയർ കൊടുക്കുകയാണെങ്കിൽ, പ്ലെയറാണ് കൊടുക്കേണ്ടത്, പ്ലെയർ ആ എമൗണ്ട് കൊടുത്ത് കോൺട്രാക്ട് ബൈ ചെയ്യുക എന്ന് പറയും. അതാണ് ഈ ബൈ ഔട്ട് ക്ലോസ്. ഇപ്പോൾ ഒരു 3 വർഷത്തിന് സൈൻ ചെയ്ത പ്ലെയർ സീസണിന്റെ ബിറ്റ്വീൻ, അതാണ് മെയിൻ ഡിഫറൻസ്. റിലീസ് ക്ലോസ് ആണെങ്കിൽ, എത്ര വലിയ ക്ലോസ് ആണെങ്കിലും എൻഡ് ഓഫ് ദ സീസൺ മാത്രമേ റിലീസ് ക്ലോസ് ആക്റ്റീവ് ആക്കുകയുള്ളൂ, അല്ലെങ്കിൽ ക്ലബ്ബ് കൂടി വില്ലിംഗ് ആക്കി ചെയ്യണം. നോർമൽ സിനാരിയോയിൽ എൻഡ് ഓഫ് ദ സീസൺ മാത്രമാണ് റിലീസ് ക്ലോസ് ആക്റ്റീവ് ആക്കുക. ബൈ ഔട്ട് ക്ലോസ് സീസണിന്റെ മിഡിൽ വേണമെങ്കിലും നമുക്ക് ആക്റ്റീവ് ആക്കാൻ പറ്റും. പ്ലെയറിന് ഉള്ള ഒരു എമൗണ്ട് ഇപ്പോൾ 10 lakhs ആണ് പ്ലെയറിന്റെ ബൈ ഔട്ട് ക്ലോസ് എങ്കിൽ, ആ പ്ലെയറിന് ഒരു 3-4 months കഴിഞ്ഞ് സീസണിന്റെ മിഡിൽ തന്നെ അവിടെ കംഫർട്ടബിൾ അല്ല, ഇതിൽ നല്ല ഓഫേഴ്സ് വരുന്നുണ്ടെങ്കിൽ ആ 10 lakhs ഈ പറയുന്ന പ്ലെയർ എക്സിസ്റ്റിംഗ് ക്ലബിന് കൊടുത്തിട്ട് ബാക്കി ഇയറിലെ കോൺട്രാക്ട് ഈ പ്ലെയറിന് ബൈ ചെയ്യാം. അതായത് അത് വേണ്ട എന്ന് വെക്കാം, അത് ബൈ ചെയ്തെടുത്തിട്ട് പ്ലെയറിന് വേറെ ക്ലബിൽ കൊണ്ടുപോയി സൈൻ ചെയ്യാം. നോർമൽ കേസ് ഈ പ്ലെയർ ആണ് മാനേജ്മെന്റിന് അല്ലെങ്കിൽ ഈ എക്സിസ്റ്റിംഗ് ക്ലബിന് ഈ എമൗണ്ട് പേ ചെയ്യേണ്ടത്. പലപ്പോഴും പ്ലെയർ പേ ചെയ്യാന്ന് പറഞ്ഞാൽ വേറെ ക്ലബ്ബുകളിൽ നിന്ന് ഈ പ്ലെയറിന് ഓഫർ ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന പ്ലെയർ വേറെ ക്ലബ്ബുകളിൽ നിന്ന് വാങ്ങിയിട്ടുള്ള എമൗണ്ട് ആയിരിക്കാം. ആ എമൗണ്ട് ഇവർക്ക് കൊടുക്കാവുന്നതാണ്. പക്ഷെ ത്രൂ ദ പ്ലെയർ വേണം ഈ എക്സിസ്റ്റിംഗ് ക്ലബിന് പേ ചെയ്യാൻ. അതിനാണ് നമ്മൾ ബൈ ഔട്ട് ക്ലോസ് എന്ന് പറയുന്നത്. ബൈ ഔട്ട് ക്ലോസിന്റെ മെയിൻ ഡിഫറൻസ് എന്ന് വെച്ചാൽ റിലീസ് ക്ലോസ് ആക്റ്റീവ് ആവുക എൻഡ് ഓഫ് ദ സീസൺ. ബൈ ഔട്ട് ക്ലോസ് ഇൻ ബിറ്റ്വീൻ ദ സീസണിലും ഡ്യൂറിങ് സീസണിന്റെ ഇടയിൽ വെച്ചിട്ട് വേണമെങ്കിലും ആക്റ്റീവ് ആക്കാൻ പറ്റും. റിലീസ് ക്ലോസ് പേ ചെയ്യേണ്ടത് ക്ലബ്സ് ആണെങ്കിൽ ബൈ ഔട്ട് ക്ലോസ് പേ ചെയ്യേണ്ടത് പ്ലെയർ ആണ്. സോ ഐ തിങ്ക് ദിസ് ഇസ് ക്ലിയർ ഫോർ യു. നൗ വി ആർ മൂവിങ് ഇൻ ടു പ്രീ കോൺട്രാക്ട്. എന്താണ് പ്രീ കോൺട്രാക്ട്? പ്രീ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഫിഫയുടെ പുതിയ നിയമപ്രകാരം എക്സിസ്റ്റിംഗ് കോൺട്രാക്റ്റിലുള്ള പ്ലെയേഴ്സ് അവരുടെ അവസാന 6 മാസത്തിൽ വേറെ ക്ലബിന് വേണ്ടി സൈൻ ചെയ്യാൻ കഴിയുന്ന കോൺട്രാക്റ്റിനാണ് പ്രീ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇപ്പൊ നിലവിലുള്ള ക്ലബ്ബുകൾ അവർ അവരുടെ കോൺട്രാക്ട് റിന്യൂ ചെയ്യാൻ തയ്യാറില്ലെങ്കിൽ അവസാനത്തെ 6 മാസത്തിൽ അവർക്ക് വേറെ ക്ലബ്ബുകളുമായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പറ്റും. അതിനാണ് പ്രീ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഈ പ്രീ കോൺട്രാക്ട് വാലിഡ് ആവണമെങ്കിൽ അതിൽ ഒരു നോർമൽ കോൺട്രാക്റ്റിന്റെ എല്ലാ ക്ലോസുകളും ഉൾപ്പെടുത്തണം, എസ്പെഷ്യലി സാലറി. ഇനി ഈ പ്രീ കോൺട്രാക്റ്റിൽ വരുന്ന ഒരു സിറ്റുവേഷൻസ് നമുക്ക് പറയാം. ഇപ്പോൾ പ്രീ കോൺട്രാക്ട് സൈൻ ചെയ്തപ്പോൾ ഒരു പ്ലെയറിന് ഒരു ക്ലബ്ബ് ഓഫർ ചെയ്ത എമൗണ്ട് 2 lakh ആയിരുന്നു എന്ന് വിചാരിക്കാം. ആ പ്ലെയറിന്റെ പുതിയ കോൺട്രാക്ട്, പ്രീ കോൺട്രാക്ടിന്റെ കാലാവധി കഴിഞ്ഞ് പുതിയ കോൺട്രാക്ട് വരുമ്പോൾ ഈ ക്ലബ്ബ് പറയുന്നത് പ്ലെയറിനോട് 2 lakh ഞങ്ങൾക്ക് തരാൻ പറ്റില്ല, 1 lakh തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ പ്ലെയറിന് ഡിസ്പ്യൂട്ടിന് പോകാം. അതായത് സ്റ്റേറ്റ് പ്ലേയേഴ്സ് കമ്മിറ്റി അല്ലെങ്കിൽ പ്ലേയേഴ്സ് അസോസിയേഷൻ, AFFനോ ഈവൻ ഫിഫയ്ക്ക് വരെ കംപ്ലൈന്റ് ആയിട്ട് പോകാൻ പറ്റും. സോ അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. ആ പറഞ്ഞ എമൗണ്ട് തന്നെ ക്ലബ്ബ് കൊടുക്കാൻ തയ്യാറായിരിക്കണം. ഇനി ക്ലബിന്റെ സൈഡിൽ നിന്ന് ഇപ്പോൾ ഒരു പ്ലെയർ 2 lakhs വേണ്ടി പ്രീ കോൺട്രാക്ട് സൈൻ ചെയ്തു ആൻഡ് പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്യുന്ന സമയത്ത് പ്ലെയർ പറയുന്നത് 2 lakhs പറ്റില്ല, എനിക്ക് 3 lakhs വേണം. ബിക്കോസ് ആ പ്ലെയറിന് വേറെ ഓഫേഴ്സ് കിട്ടിയായിരിക്കാം. 3 lakhs വേണമെന്ന് പറയുകയാണെങ്കിലും സെയിം പ്രൊസീജിയർ ക്ലബിനും ചെയ്യാൻ പറ്റും. ഈ ക്ലബിനെ കോമ്പൻസേഷൻ ചോദിക്കാം, അല്ലെങ്കിൽ ഈ പ്ലെയറിനെതിരെ കേസ് ഫയൽ ചെയ്യാം, ഇതിനെല്ലാം കഴിയും. സോ ഈ പ്രീ കോൺട്രാക്ട് സൈൻ ചെയ്യാന്ന് വെച്ചാൽ എപ്പോഴും നോർമലി സർക്കംസ്റ്റാൻസിൽ ഇത് ഒരു എന്താ പറയാ, ഒരു വാലിഡ് കോൺട്രാക്ട് തന്നെയാണ് പ്രീ കോൺട്രാക്ട്. പിന്നെ ചില കേസുകളിലുണ്ട്. ഇപ്പോൾ ഒരു പ്ലെയറിന് നമുക്കറിയാം, ഇത് ഇന്ത്യയിൽ തന്നെ എക്സാമ്പിൾസ് നടന്നിട്ടുണ്ട്. ഒരു പ്ലെയർ 1.5 crore സൈൻ ചെയ്തു, പക്ഷെ ആ ക്ലബ്ബ് പറയണത് ഞങ്ങൾക്ക് 1 തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ പ്ലെയറിന് വേണമെങ്കിൽ കോമ്പൻസേഷൻ ചോദിക്കാം. പക്ഷേ ഈ പ്ലെയർ ഒരു ഡിമാൻഡില്ല പ്ലെയർ ആണെങ്കിൽ ആ പ്ലെയറിന് 1.7 1.8 വേറെ ആൾക്കാർ വില്ലിംഗ് ആയി നിൽക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, എനിക്ക് കോമ്പൻസേഷൻ വേണ്ട, എനിക്ക് ഇതിൽ കുറവിൽ കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ മ്യൂച്വലി ആ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനത്തെ അനുഭവങ്ങൾ നമ്മളുടെ ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇതാണ് പ്രീ കോൺട്രാക്റ്റും ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസും ആണ് ഞങ്ങൾക്ക് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചത്
മാർക്കറ്റ് വാല്യൂ, വാട്ട് ഇസ് കോൺട്രാക്ട് വാല്യൂ, റിലീസ് ക്ലോസ്, ബൈ ഔട്ട് ക്ലോസ്, അതുപോലെ തന്നെ പ്രീ കോൺട്രാക്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാനുണ്ട്, അതായത് ലോൺ. ഇപ്പോൾ സപ്പോസ് ഞാനൊരു ക്ലബിൽ ഒരു പ്ലെയറിനെ 3 വർഷത്തിന് സൈൻ ചെയ്തു. 3 വർഷത്തിന് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലെയർ 1 ഇയർ കഴിഞ്ഞു പെർഫോമൻസ്, ഇൻ കേസ് ഇൻ ദ ടൈപ്പ് ഓഫ് പെർഫോമൻസ്, അല്ലെങ്കിൽ ആ പ്ലെയറിന് കൊടുക്കുന്ന സാലറി താങ്ങാൻ ഈ ക്ലബിന് കഴിയുന്നില്ലെങ്കിൽ ഈ പ്ലെയറിനെ കോൺട്രാക്ട് റിലീസ് ചെയ്യാതെ തന്നെ വേറെ ഏതെങ്കിലും ക്ലബ് ഈ പ്ലെയറിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അവർക്ക് ലോൺ ഔട്ട് ചെയ്യാം. ലോൺ ഔട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന കോൺട്രാക്റ്റിലുള്ള സെയിം എമൗണ്ട് സാലറി ഏത് ടീമിനാണോ ലോണിൽ കൊടുത്തിട്ടില്ല ആ ടീം കൊടുക്കണം. അവരാണ് ഇത് കൊടുക്കേണ്ടതായിട്ട് വരിക. ഇനി ആ പറയുന്ന ടീം, ഇപ്പോൾ ഈ ഒരു പ്ലെയറിന്റെ കോൺട്രാക്റ്റിൽ പെർ മന്ത് സാലറി 50,000 റുപ്പീസ് ആണെങ്കിൽ ലോണിൽ വിടുന്ന ക്ലബ്ബ് 30,000 കൊടുക്കാനേ തയ്യാറാവുന്നുള്ളെങ്കിൽ ബാക്കി വരുന്ന 20,000 എമൗണ്ട് ഈ ഏത് ക്ലബ്ബാണ് എക്സിസ്റ്റിംഗ് ആയിട്ട് കോൺട്രാക്ട് ഉള്ളത് അത് ആ ക്ലബ്ബ് ഈ പ്ലെയറിന് കൊടുക്കണം. സോ ഇതാണ് ഒരു ബേസിക്, നമ്മളൊരു കോൺട്രാക്റ്റുമായിട്ടുള്ള ഒരു ബേസിക് ഔട്ട്ലൈൻ നിങ്ങൾക്ക് തന്നു എന്ന് വിചാരിക്കുന്നു. യെസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ പ്ലെയറിന്റെ കോൺട്രാക്റ്റിന്റെ ഡീറ്റെയിൽസിലോട്ടാണ് പോയത്. അത്യാവശ്യം എല്ലാ ഏരിയയും നമ്മൾ കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സോ ഇതിന് കൂടുതൽ അറിയാനോ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. സോ നമ്മൾ ഇതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് വരുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതിന് ഏതെങ്കിലും ടോപ്പിക്കിനെ ലൈക്ക് റിലീസ് ക്ലോസോ ബൈഔട്ട് ക്ലോസ് ഏതെങ്കിലും ഒരു ടേമിനെ കുറിച്ച് ഒരു ഫുൾ വീഡിയോ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിലോ നിങ്ങൾ കമന്റ് ചെയ്യുക, നമുക്ക് അതിനെക്കുറിച്ച് നോക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഈ പറയുന്ന വീഡിയോ ഇതിന്റെ റിസർച്ച് എടുത്തത് മെയിൻലി ഫ്രം ഷക്കീൽ അബ്ദുള്ള, ഇൻവെന്റ്യൂ സ്പോർട്സിന്റെ ഫുട്ബോൾ ഇന്റർമീഡിയറ്ററി ആണ്. നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന സഹൽ അബ്ദുൽ സമദ്, രാഹുൽ KP എന്ന് തുടങ്ങുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ ഒക്കെ ഫുട്ബോൾ ഇന്റർമീഡിയറ്ററി ആയിട്ട് വർക്ക് ചെയ്യാണ്. പുള്ളിയാണ് നമുക്ക് ഇത്ര ഇൻഫോർമേഷൻസിനൊക്കെ തന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്തത്. സോ ബിഗ് ഷൗട്ട് ഔട്ട് ടു ഷക്കീൽ ബ്രോ. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇതിനെക്കുറിച്ചുള്ള എല്ലാ നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ വേണം. പിന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായാൽ, ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ സൈഡിലുള്ള ബെല്ലൈക്കനും കൂടി ഞെക്കുക. ഞാൻ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ നെക്സ്റ്റ് എപ്പിസോഡിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം, നല്ലൊരു കണ്ടന്റ് ആയിട്ട് വരാം. നിങ്ങൾക്ക് വേണ്ട കണ്ടന്റ്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് കണ്ടന്റ്, നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നത്, എന്തിന്റെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ആണ് ആഗ്രഹിക്കുന്നത് വെച്ചാൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. സോ മാക്സിമം നമ്മൾ അത് റെഫർ ചെയ്ത് ചെയ്യാൻ ശ്രമിക്കും. So until we meet next time, it's bye from Anas Yusuf. മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്ന ഒരു ടേം ഡയറക്റ്റ് ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ പ്ലെയറിന്റെ കോൺട്രാക്റ്റുമായി ഡയറക്റ്റ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു